ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയിലൂടെ ഈ ലോകത്തിന് നൽകപ്പെട്ട ഒരു പുതിയ സന്ദേശം ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചായിരുന്നു. ദൈവകരുണയുടെ നാളുകളായിരുന്നു ഈ കഴിഞ്ഞുപോയ നാളുകൾ. ദൈവത്തിൻ്റെ പരമകാരുണ്യത്തെ വാഴ്ത്തി സ്തുതിക്കുകയും അവിടുത്തെ ഈ കരുണയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുകയും ചെയ്തു. ഇതാ കരുണയുടെ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ജനുവരി 6-ാം തീയതിയോടുകൂടി കരുണയുടെ വർഷം അവസാനിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുക. കരുണയുടെ കവാടങ്ങൾ കടന്ന് കരുണയുടെ വർഷത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ദൈവനീതിയുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവപ്രീതി നേടിയെടുക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നിദാനമാകുന്ന സൽകൃത്യങ്ങൾ ചെയ്തും കാരുണ്യപ്രവർത്തികൾ ചെയ്തും നീതിയുടെ മാർഗത്തിൽ ചരിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാളെ മുതൽ നാം കടപ്പെട്ടവരായി തീരുകയാണ്. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം എത്രത്തോളം ആയിരിക്കുന്നുവോ അതനുസരിച്ചാണ് ഇനി മുതൽ നമ്മിലേക്ക് കൃപകൾ ചൊരിയാൻ പോവുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീതിയുടെ മാർഗത്തിൽ ചരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് പരിശ്രമിക്കാം. സൽകൃത്യങ്ങൾ കൂടുതലായി ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. അതിനുമുമ്പിൽ വിലാപത്തോടും കണ്ണീരോടും കൂടി വ്യാപരിക്കുവാനായിട്ടും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് അവൻ്റെ കൃപയിൽ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനുമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഒരിക്കലും അവൻ മറഞ്ഞിരിക്കുന്നവനല്ല, നമ്മുടെ മേൽ കരുണ കാണിക്കുന്നവൻ തന്നെയാണ്. എന്നാൽ അവിടുത്തെ കാരുണ്യത്തിനായി നമ്മൾ നമ്മുടേതായ ഹൃദയത്തിൻ്റെ സമർപ്പണം നടത്തണം. ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുന്നു. ഉരുകുന്ന മനസ്സാണല്ലോ സ്വീകാര്യമായ ബലി എന്ന് നാം അറിയണം. അതുകൊണ്ട് ഹൃദയം ഉരുകി ദൈവമുമ്പിൽ സമർപ്പിച്ച് ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വർഷം ലഭിച്ചതുപോലെ തന്നെ തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കാൻ തക്കവിധം ദൈവം മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പുതിയ വർഷം ആരംഭിക്കാൻ പോവുകയാണ്. കരുണയുടെ വർഷം ഇതാ അന്ന് തീർന്ന 6-ാം തീയതി അവസാനിക്കുമ്പോൾ ഇതാ പുതിയ വർഷം നമുക്ക് കൂടുതൽ ദൈവം മുമ്പിൽ സൽകൃത്യങ്ങൾ ചെയ്തുകൊണ്ടും കാരുണ്യപ്രവർത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടും നോമ്പും മറ്റും ആചരിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽക്കൽ മുട്ടുവാനായിട്ട് ആഗ്രഹിക്കാം. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ മേൽ കൃപ ചൊരിയട്ടെ. ആമേൻ.